നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിന്റെ ശരീരം അടക്കപ്പെടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 57 മുതൽ 60 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ച് കൊടുപ്പാൻ കൽപ്പിച്ചു. യോസേഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലും ഉരുട്ടിവെച്ചിട്ട് പോയി. കർത്താവായ യേശുക്രിസ്തു തന്നെ എവിടെ അടക്കണം എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മരിക്കും എന്ന് പറഞ്ഞിരുന്നു. അടക്കത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. പഴയ നിയമം പരിശോധിച്ചാൽ യാക്കോബ്, പ്രായമായ 147 വയസ്സായ യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മിസ്രൈമിൽ മരിക്കും, നിങ്ങളെന്നെ ഇവിടെ അടക്കരുത്. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാം, സാറ, ഇസഹാക്ക്, റിബേക്ക, ലേയ തുടങ്ങിയവർ അടക്കപ്പെട്ട മക്കപ്പേല ഗുഹയിൽ വേണം നിങ്ങളെന്നെ അടക്കുവാൻ. അതുപോലെ യോസേഫ് മിസ്രൈമിൽ മരിക്കാൻ നേരത്ത് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങളെന്നെ ഇവിടെ അടക്കരുത്, നിങ്ങളെൻ്റെ ശവം ഇവിടെ സൂക്ഷിക്കണം, അത് നിങ്ങളൊരു പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കണം. ദൈവം നിങ്ങളെ സന്ദർശിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് മറക്കാതെ ആ പെട്ടിയും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള കനാൻ നാട്ടിൽ നിങ്ങളെന്നെ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യേശു തൻ്റെ ശരീരം എവിടെ അടക്കം ചെയ്യണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നില്ല. അതിന് കാരണം ശിഷ്യന്മാരൊക്കെ ഗലീലക്കാരാണ്. ഈ സംഭവം നടക്കുന്നത് യഹൂദിയിലെ യെരുശലേമിലാണ്. അവർക്കിവിടെ കല്ലറയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്നൊരു വാക്യമുണ്ട്. ഇപ്പോൾ ഒരു സമ്പന്നൻ പീലാത്തോസിന് അടുക്ക വന്നിട്ട് പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, യേശുവിൻ്റെ ശരീരം എടുത്ത് ഞാൻ അടക്കം ചെയ്തോട്ടെ. സാധാരണ ഒരാളെ കുരിശിച്ചിട്ട് പോയാൽ ആ ശവം എടുത്ത് അടക്കുന്ന രീതിയൊന്നുമില്ല. അത് ഒന്നാമത് ദിവസങ്ങളോളം കുരിശിൽ കിടന്നാണ്, നിലവിളിച്ചാണ് ആളുകൾ ചാകുന്നത്. കാക്കയും കഴുകനുമൊക്കെ കുത്തി മിക്കവാറും മാംസങ്ങളൊക്കെ തീർത്തിരിക്കും. പിന്നെ ഈച്ചയും ഉറുമ്പും ഒക്കെ കയറാൻ ഇടയായിത്തീരും. കുറച്ച് കഴിയുമ്പോൾ അസ്ഥികൾ കൊഴിഞ്ഞ് താഴെ വീഴും. അങ്ങനെ അസ്ഥികൾ ദ്രവിച്ച് ആ മണ്ണോട് ചേരും. തലയോട്ടി ദ്രവിക്കാതിരിക്കും. അപ്പോൾ തലയോടിയിടം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ. ധാരാളം തലയോട്ടികൾ അവിടെ ഉണ്ടായിരുന്നു താനും. എന്നാൽ ഈ ശനിയാഴ്ച യാതൊരു ശബ്ദകോലാഹലവും ഉണ്ടാകാൻ പാടില്ല, നിലവിളി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശനിയാഴ്ച വരെ ചാകാത്ത ആളുകളെ അവരുടെ കാല് ഒടിക്കുന്നതിനാൽ ശ്വാസം കിട്ടാതെ വന്ന് അവർ വെള്ളിയാഴ്ച ചാകാനിടയാകും. ആ ശവം ഇറക്കി കിന്നോൻ താഴ്വരയിൽ, അതായത് യെരുശലേമിലെ വേസ്റ്റൊക്കെ ഇടുന്ന പുകയും തീയും പുഴുവൊക്കെയുള്ള ആ താഴ്വരയിൽ കഴുതകളുടെയൊക്കെ ശവം ഇടുന്ന അവിടെ വലിച്ചെറിയുകയാണ് പതിവ്. വാസ്തവത്തിൽ യേശുവിനെ കുരിശിച്ച പടയാളികൾ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു എന്നാണ്. ശവക്കുഴി ദുഷ്ടന്മാർ മാത്രമല്ലല്ലോ. യെശയ്യാപ്രവചനം 53-ൽ വായിക്കുന്ന അവർ അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. ശവക്കുഴി ദുഷ്ടന്മാർ മാത്രമല്ലല്ലോ, ശവക്കുഴിയിൽ നല്ലവരും ദുഷ്ടന്മാരും ആകും. എന്നാൽ ശവക്കുഴിയും കുഴിയും താഴ്ന്ന സ്ഥലവും അല്ലെങ്കിൽ അഗാധകൂപമാകുന്ന നരകവും അതിനൊക്കെ ഒരേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹേഡീസ് എന്നും ഗേഹന്ന എന്നും ടാർട്ടറസ് എന്നും ഒക്കെയുള്ള ആ വാക്കുകൾ തിരിച്ചും മറിച്ചും താഴ്ന്ന സ്ഥലത്തിനും കുഴിക്കും ശവക്കുഴിക്കും പിന്നെ അഗാധകൂപത്തിനും നരകത്തിനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്.
അബ്രഹാമിന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ ദുഷ്ടന്മാരായ ആളുകളെ അല്ലെങ്കിൽ കുരിശിച്ച് കൊല്ലുന്ന ആളുകളെ വലിച്ചെറിയുന്ന ആ കുഴിയായ താഴ്ന്ന സ്ഥലമായ സ്ഥലത്തേക്ക് ഹിന്നോം താഴ്വരയിലേക്ക് യേശുവിൻ്റെ ശരീരവും വലിച്ച് എറിയണമെന്നായിരിക്കാം അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതായിരിക്കാം ഈ വാക്യത്തിൻ്റെ അർത്ഥം. താഴെ എന്നാൽ അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാർ കൂടെ ആയിരുന്നു. അപ്പോൾ അവര് വന്ന് ഈ ശവം താഴെ ഇറക്കി ഹിന്നോം താഴ്വരയിൽ വലിച്ചെറിയുന്നതിന് മുൻപ് ദൈവം യോസേപ്പ് എന്ന മന്ത്രിയെ ധനാഢ്യനെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം പീലാത്തോസിൻ്റെ അടുക്ക വന്ന് പറയുകയാണ്, ഞാൻ എനിക്കായി വെട്ടിയ പാറയിൽ വെട്ടിയ ഒരു കല്ലറയുണ്ട്, ആരെയും വെച്ചിട്ടില്ല, അത് ഞാൻ യേശുവിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചത് ഒരു കന്യകയിൽ നിന്നാണ്, പുരുഷൻ തൊടാത്ത ഒരു കന്യകയിൽ നിന്ന്. യേശു കയറിയ കഴുതക്കുട്ടി ആരും കയറാത്ത ഒരു കഴുതക്കുട്ടിയായിരുന്നു. ഇവിടെ ആരെയും വയ്ക്കാത്ത കല്ലറയിൽ യേശു അടക്കപ്പെടുകയാണ്. യേശു ഈ കാര്യത്തിലെല്ലാം നിസ്തുല്യനാണ്. രണ്ടാമത്, യേശുവിൻ്റെ സകല കാര്യവും പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തീരുമാനിക്കുകയായിരുന്നു. യേശുവിന് പിറക്കാൻ ഒരു കന്യക, അതുപോലെ ബേത്ലഹേമിൽ യേശുവിനൊരു സ്ഥലം, പിന്നീട് മിസ്രയീമിൽ പോകാനുള്ള സാധ്യതകൾ, നസറത്തിൽ വളരാനുള്ള സാധ്യതകൾ, അതുപോലെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ വേണ്ട എല്ലാ സംരക്ഷണവും, യേശുവിൻ്റെ ശിഷ്യന്മാർക്കും വേണ്ട എല്ലാ കരുതലുകളും, എന്തിന് യേശുവിന് യെരുശലേമിലേക്ക് പോകാൻ ഒരു കഴുത, യേശുവിന് പെസഹ കഴിക്കാൻ ഒരു വീട്, ഇതെല്ലാം പിതാവ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു, അല്ലെങ്കിൽ അതിനാളുകളെ പ്രേരിപ്പിച്ചിരുന്നു. ഇപ്പം ഇതാ യേശുവിന് മരണത്തിനും അടക്കത്തിനും ഒരാളെ നിയമിച്ചിരിക്കുകയാണ്. ആ ആളോടുകൂടെ നിക്കോദീമോസും ഉണ്ടായിരുന്നു, രണ്ടുപേരും ചേർന്നായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമ്മെ സംബന്ധിച്ച് എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് കഴിക്കും എന്നതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ അടക്കത്തെക്കുറിച്ചും ഒന്നും നമ്മൾ വെറിയിടാകേണ്ട ആവശ്യമില്ല. എല്ലാം പിതാവ് കരുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഏറ്റവും നന്നായിട്ട് നടക്കാനിടയായിത്തീരും. ചില ആളുകൾ ചില മതവിഭാഗങ്ങളിൽ നിൽക്കുന്നത് നല്ല ഒരു ശവടക്കം കിട്ടും. കാരണം വളരെയേറെ ആളുകൾ വരും, നല്ല പാട്ടുകളുണ്ടാകും, പുരോഹിതന്മാരുണ്ടാകും. അപ്പോൾ അത് വളരെ ആർഭാടമായിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആർഭാടത്തോടു കൂടെ വലിയ പാട്ടും പ്രാർത്ഥനയോടും കൂടെ അടക്കപ്പെട്ടിട്ട് ഉയർത്തില്ലെങ്കിൽ എന്താ ഗുണം? ഈ മതനേതാക്കൾ ഏത് കള്ളുകുടിയന് വേണ്ടിയും, ഏത് മയക്കുമരുന്ന് കഴിക്കുന്നവന് വേണ്ടിയും, ഏത് കൊലപാതകന് വേണ്ടിയും, കള്ളനോട്ടടിക്കുന്നവന് വേണ്ടി ഇതേ ചൊല്ലും ചൊലുത്തുമാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഇവരെ വലത്ത് ഭാഗത്ത് തിരുത്തണമെന്നേ അവർ പറയത്തുള്ളൂ. കാരണം അതവരുടെ ജോലിയാണ്. അതുകൊണ്ട് നല്ലൊരു ശവസംസ്കാരത്തിന് വേണ്ടി ജീവിതം കളയരുത്. തീർച്ചയായിട്ടും നമ്മുടെ ശവസംസ്കാരം ഭംഗിയായിട്ട് ദൈവം നടത്തും, തർക്കമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മുടെ ജീവനുള്ള ശരീരത്തെ ഭംഗിയായിട്ട് നടത്താൻ കഴിവുള്ള നമ്മുടെ കർത്താവിന് ജീവൻ പോയ ശരീരത്തെയും അതിനെ ആദരിക്കാനായിട്ട് കർത്താവിന് കഴിയും. നാം അതാണ് വിശ്വസിക്കേണ്ടത്. അബ്രഹാം തൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ട് പോയി. ഭാര്യയ്ക്ക് 127 വയസ്സായി. അബ്രഹാം ഒരു സെമിത്തേരി ഒന്നും കരുതിയിരുന്നില്ല. പക്ഷേ ഭാര്യയുടെ മരണത്തിന് ശേഷം ഇതാ ഹിത്യർ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥലത്ത്, അതിൽ ഏറ്റവും നല്ല സ്ഥലത്ത് നടക്കുക. അബ്രഹാം പറഞ്ഞു, എനിക്ക് തീറായിട്ട് ഒരു സ്ഥലം വേണം. അവർ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ശവസംസ്കാരത്തെ ഓർത്ത് വിഷമിക്കരുത്. യേശുവിൻ്റെ ആ ശരീരം ഏറ്റവും ഭംഗിയായിട്ട് മാന്യമായിട്ട് അടക്കപ്പെടുവാനുള്ള ക്രമീകരണം ചെയ്ത പിതാവ് നമ്മുടെ കാര്യത്തിലും നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.